ഹായ്, എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു പണി കിട്ടിയിട്ടുള്ളത്. ഞാൻ ഇന്നലെ ഇവിടെ എല്ലാം ചെയ്ത് ഒരു രാവിലെ 6:30 ആയപ്പോൾ പോയിട്ടുണ്ടായി ഇവിടുന്ന്. അപ്പോൾ എനിക്ക് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ പിന്നെ ലേറ്റ് ആയിട്ടാണ് ഞാൻ എണീച്ച്. അപ്പോൾ എൻ്റെ അടുത്ത് താക്കോലൊക്കെ ആയിട്ട് പോയി. വാതിൽ പുറത്തുനിന്ന് ലോക്ക് ചെയ്താൽ ലോക്കാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബാക്ക് എടുത്ത് ഞാൻ ഇറങ്ങി. അപ്പോൾ ഒരു പണി കിട്ടിയതേ, ഈ മൈക്ക് കണ്ടോ? മൈക്ക് എടുത്ത് ഞാൻ ഇവിടെ കുത്തി. പക്ഷെ ഫോണിൽ ഞാൻ കുത്തിയിട്ടുണ്ടായില്ല. ഫോണിൽ കുത്തി എന്നാണ് വിചാരിച്ചത്. അത് ഞാൻ കണ്ടിട്ടുണ്ടായില്ല. അത് ഉള്ളിലാണ് ഇരിക്കുന്നത്, ലോക്കാണ്. ആള് രാത്രിയേ വരുള്ളൂ. ഞാൻ ഇവിടുന്ന് ബോർഡറിലേക്ക് 10 കിലോമീറ്റർ ഉള്ളൂ, നിക്കാരാഗുവയിലേക്ക്. ഞാൻ എന്താ ചെയ്യുക? 13,000 രൂപേൻ്റെ മൈക്കാണ് ഇപ്പം മേടിച്ചുള്ളൂ. നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഇത്ര നാൾ ഉപയോഗിച്ചിട്ടുണ്ടായില്ല. അതുകൊണ്ട് ഞാൻ ആളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആളെ വിളിച്ചിട്ട് കിട്ടില്ല. ആളിനി രാത്രി ആകുമ്പോഴാണ് ജോലി കഴിഞ്ഞ് വരുള്ളൂ. അതുവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അല്ലാണ്ട് ഇപ്പം ഞാൻ എന്താ ചെയ്യുക? വേറെ ഓപ്ഷൻ ഉണ്ട് ഓൺല. മൈക്ക് പിന്നെ ഇല്ലാണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ മൈക്ക് മേടിക്കാൻ പിന്നെ നടക്കേണ്ടി വരും. പണി കിട്ടിയെന്ന് പറഞ്ഞാൽ എക്സ്ട്രീം പണിയാണ് കിട്ടിയത്. സീന്. ഞാൻ ഓൾറെഡി റൂമൊക്കെ പോയി നോക്കി എന്തെങ്കിലും എടുക്കാണ്ടോന്ന്. പക്ഷേ രാത്രിയും ഓപ്പൺ ആണെങ്കിൽ ഞാൻ രാത്രി ആയാലും പോവാന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് നിക്കാരാഗുവയിലേക്ക് കേട്ടോ. അപ്പോൾ ആള് വരാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. കുറേ നേരം ഞാൻ അവിടെ ഇവിടെയൊക്കെ വെയിറ്റ് ചെയ്യണു. അപ്പോൾ ഇവിടെ ഒരു നല്ല സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു അമ്മ ഇരിക്കുന്നുണ്ട്. എൻ്റെ ഒരു കാര്യം ഞാൻ ആലോചിക്കുന്നത്, എൻ്റെ കാർഡ് എക്സ്പയർ ആയി. അത് ഓക്കെ. എൻ്റെ ആകെ $1 ഉള്ളൂ. പിന്നെ എൻ്റെ ക്യാഷ് മൊത്തം തീർന്നു. ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ ആകെ വെള്ളം കുടിച്ചു. അത് മാത്രമാണ് ഞാൻ അങ്ങനെ. ഒരു മാങ്ങ ഉണ്ടായിരുന്നു, അത് പകുതി കേടായിരുന്നു. പകുതി കഴിച്ചു. അതാ ഇന്ന് ആകെ കഴിച്ചത്. രാവിലെ മുതൽ ഇപ്പോൾ ഒരു ഉച്ചയായിട്ടുണ്ട്. ഉച്ച വരെ ഞാൻ ആകെ കഴിച്ചൊരു ഹാഫ് മാങ്ങ മാത്രമാണ് കേട്ടോ. ഇത്രയും പണി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സീരിയസ്ലി ഞാൻ 10 വട്ടം നോക്കിയിട്ട് ഇറങ്ങലുള്ളതാണ്. ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക്. കുറേ നേരമായിട്ട് ഞാനിവിടെ ഇരിക്കുമായിരുന്നു. എനിക്ക് ആകെ എന്തോ പോലെയായി. എനിക്ക് ഭയങ്കര ടെൻഷനായി. എന്താ ചെയ്യുക? ഇനിയിപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ വിസേൻ്റെ വല്ല ഇഷ്യൂ ഉണ്ടാവുമോ? അങ്ങനെ എൻ്റെ ടെൻഷൻ ഇതൊക്കെയാണ്. ഈ വിസ, പിന്നെ ഇതുപോലെ എന്തെങ്കിലും സാധനം മറന്നു വെച്ചാലുള്ള ടെൻഷൻ. അല്ലാണ്ട് വലിയ ടെൻഷനൊന്നും എൻ്റെ ലൈഫിലില്ല. ഇവരെ വണ്ടി ഓടിക്കൽ സൗണ്ട് ഇറിറ്റേറ്റിംഗ് ആവും. ഇത്രയും സമാധാനം സൈലന്റ് ആയിട്ടുള്ള ഒരു വില്ലേജിൽ ഇതുപോലത്തെ ആൾക്കാർ ഇങ്ങനെ വന്ന് സൗണ്ട് ഉണ്ടാക്കും ബൈക്കിൽ. സോ കുറച്ചു നേരം ഞാൻ നല്ല പോലെ ഒന്ന് കരഞ്ഞു. ഇപ്പം എൻ്റെ മൈൻഡ് ഫ്രഷ് ആയി. ഞാൻ ഓക്കെ ആയി. കരഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയുക, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഓക്കെ ആവും. പിന്നെ ടെൻഷൻ ആയി കഴിഞ്ഞാൽ എൻ്റെ ബ്രെയിൻ ഒന്നും വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ കരഞ്ഞു കഴിഞ്ഞപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ അവരുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ത്രൂ അക്കൗണ്ട് ഉണ്ടല്ലോ, അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ ആരും ചെയ്യാൻ സമ്മതിക്കാറില്ല. അപ്പം ഞാൻ അവരുടെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഒരു 1000 ലംബിറ ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എൻ്റെ ആകെ ഒരു കുറച്ച് ഡോളേഴ്സ് തന്നെ ബാക്കിയുള്ളൂ. അത് ഞാനിപ്പോൾ ഇവിടെ ബാങ്കിൽ പോയി ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ മിനിമം $100 ചേഞ്ച് ചെയ്യാൻ പറ്റൂ. ഞാൻ ഓൾറെഡി മണിക്കൂറുകൾ കഴിയുമ്പോൾ അടുത്ത രാജ്യത്തേക്ക് ചെല്ലും. അപ്പം അത് വെറുതെ വേസ്റ്റ് ആവും. $100 എന്ന് പറയുമ്പോൾ 8500 രൂപ ഒറ്റയടിക്ക് ഇതാക്കും. അല്ലാതെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് പൈസയാണ്. ഏകദേശം ഒരു $40 $50 അടുത്താണ് ഞാൻ ചേഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത്. അങ്ങനെ ഞാൻ ക്യാഷ് എടുത്തു. അതിനുശേഷം ഞാനിത് അവിടെ ഒരു ഫുഡ് മേടിച്ചിട്ടുണ്ട്. ഒരു ചിക്കൻ ഫ്രൈ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കട്ടെ. ആള് എന്തായാലും ഈവനിങ് ആകുമ്പോൾ വരുന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനിവിടെ തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ആള് വരാൻ വേണ്ടിയിട്ട്. എൻ്റെ ഈ സാധനം കിട്ടിയിട്ട് ആള് വന്നിട്ട് ഹായ്, താങ്ക് യു സോ മച്ച്. ഇപ്പൊ സമയം ഒരു 3 മണിയായിട്ടുണ്ട് കേട്ടോ. ഈ 3 മണിക്കാണ് ഇത് കിട്ടി. ഞാൻ രാവിലെ തൊട്ട് ഇവിടെ ഇരിക്കുകയായിരുന്നു. ഇതില്ലായിരുന്ന ഞാൻ സീനായനെ. ഓക്കെ, അഡിയോസ്, സീ, ബൈ ബൈ. ഓക്കെ, താങ്ക് യു. ആളുടെ എന്നെ ഇവിടെ ബോർഡറിന്റെ അടുത്ത് കൊണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നടന്ന് വേണം പോവാനേ. കാരണം ഇതാ അവിടെ റോഡെല്ലാം ബ്ലോക്ക് ആക്കി നിർത്തിയേക്കാം. ഫുള്ള് വലിയ വലിയ ട്രക്സ് ആണ്. ഇതിന്റെ ഇടയിൽ കൂടെ വേണം കേട്ടോ ഞാൻ പോവാനായിട്ട്. എല്ലാം വലിയ വലിയ ട്രക്സാ. ചെറിയ ചെറിയ ഗ്യാപ്പ് ഉണ്ട്, അതിലൂടെ വേണം നടന്നു പോവാന്. ഇവിടെ വലിയ ബോർഡറാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം വലിയ വലിയ ട്രക്കാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് നടന്നു പോകാനുള്ള സ്ഥലമുള്ളൂ. ഇതിൽ കൂടെ 3-4 ട്രക്കൊക്കെ നിർത്തിയിട്ടേക്കുന്ന റോട്ടില്. ഓഫല്ല, ഓണാണ്. ഇതൊരു വലിയ ബോർഡർ തന്നെ കേട്ടോ. ഞാൻ കുറച്ചു നേരമായി ഞാൻ നടക്കുന്ന ഇതുവഴി. എല്ലാവരും റോട്ടിൽ സ്റ്റക്കായിട്ട് നിൽക്കാൻ നോക്കിയേ. 3 സൈഡിൽ 4 സൈഡിലായിട്ട് റോഡ് മൊത്തം ബ്ലോക്ക് ആക്കിയിട്ടാണ് ഉള്ളത്. ആർക്കും അങ്ങോട്ടും പോകാൻ പറ്റില്ല,
ഇങ്ങോട്ടും വരാൻ പറ്റുള്ള. ഞാനിത് അവിടെ എൻ്റെ ഉള്ള ക്യാഷ് ഇവിടെ ലോക്കൽ ആൾക്കാരായിട്ട് എക്സ്ചേഞ്ച് ചെയ്യണം കേട്ടോ. ഇത് വലിയ ബോർഡറാണ്, അതുകൊണ്ട് തന്നെയാണ് എനിക്കിവിടെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ സാധാരണ ഇങ്ങനെ ബോർഡറിലൊക്കെ പോകുമ്പോൾ റോഡ് ഉണ്ടാവില്ല, മനുഷ്യന്മാരുണ്ടാവില്ല, വണ്ടികളുണ്ടാവില്ല, നടന്ന് അങ്ങനെയൊക്കെ വല്ലപ്പോഴും വണ്ടിയൊക്കെ കിട്ടുള്ളൂ. ഇത് വലിയ ബോർഡർ ആയതുകൊണ്ട് എനിക്ക് ഈസിയാണ് കേട്ടോ. അപ്പുറം എത്തുമ്പോൾ തന്നെ അപ്പം എനിക്ക് സിം എടുക്കാനൊക്കെ ഈസി ആയിരിക്കും. ഫൈനലി ഞാനിതാ നിക്കാരാഗുവയിൽ എൻട്രി ചെയ്തിട്ടുണ്ട് കേട്ടോ. വെൽക്കം ടു നിക്കാരാഗുവ. ഞാൻ കുറേ നേരം ഇവിടെ വന്നിട്ട് കേട്ടോ. ആക്ച്വലി 3:20 ഞാൻ ഇവിടെ എത്തിയതാണ് എമിഗ്രേഷനിൽ. ഇപ്പൊ സമയം 5:15 കേട്ടോ. ഇത്രയും സമയം എടുത്തു. അവരെന്നോട് ഇനി ചോദിക്കാത്ത ചോദ്യങ്ങളില്ല. ഫുൾ ജാതകത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോലെ അവർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സൗണ്ട് ആട്ടെ ഇവിടെ. കുറെ വണ്ടികൾ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് കണ്ടോ. വലിയ സ്ഥലമായതുകൊണ്ട് തന്നെ ഫുള്ള് ട്രക്സ് ആണ് ഈ കാണുന്നത്. അവരുടെ അടുത്ത് എന്തൊക്കെയാ ചോദിച്ചറിയോ? ഞാൻ ഇന്ത്യയിൽ നിന്നാണ് പോകുന്നത്, അത് കഴിഞ്ഞിട്ട് ഏത് രാജ്യത്തേക്കാ ഫ്ലൈ ചെയ്തേ? ഞാൻ പറഞ്ഞു ഫ്രാൻസ് ആണ്. അവിടുന്ന് പിന്നെ എവിടെ പോയി? അത് കഴിഞ്ഞ് അവിടുന്ന് ഫ്ലൈറ്റ് എടുത്തേ. പിന്നെ ഇറ്റലിയിൽ നിന്ന് ഞാൻ US വന്നു. അത് മെക്സിക്കോയിൽ വന്നത് ഫുള്ള്, അതായത് പാസ്പോർട്ടിൽ ഓൾറെഡി അതിൻ്റെ എല്ലാം സ്റ്റാമ്പ് ഉണ്ട്. അത് പോരാത്തന്നെ എന്നോട് ക്വസ്റ്റ്യനിങ്ങാ. ഞാൻ എന്നിട്ട് ഗാലറി ഒക്കെ എടുത്തിട്ടാണ് നോക്കിയിട്ട് ഡേറ്റ് ഒക്കെ പറഞ്ഞു കൊടുത്ത്. പിന്നെ എന്താണ് ജോലി, യൂട്യൂബിൽ നിന്ന് എത്ര പൈസ കിട്ടും, അങ്ങനെ A to Z കാര്യങ്ങൾ അവർ ചോദിച്ചുകൊണ്ടിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത്. അവസാനം അവരെൻ്റെ അടുത്ത് കൈക്കൂലി ചോദിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എത്ര പൈസ കിട്ടും, എത്ര പൈസ ഞങ്ങൾക്ക് തരും, അങ്ങനെയൊക്കെ ചോദിച്ചു. എനിക്ക് കാര്യം മനസ്സിലായി. ഞാനൊന്നും മനസ്സിലാവാത്ത പോലെ പറഞ്ഞ് ട്രാൻസ്ലേറ്റിൽ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് പ്രശ്നമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അറിയാത്ത പോലെ നിൽക്കാം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടായേനെ. എന്നിട്ട് ഞാൻ പറഞ്ഞു അയ്യോ എനിക്കൊന്നും മനസ്സിലായില്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഒരു $13 ഇവിടെ പേയ്മെന്റ് ആയിട്ട് കൊടുത്തു കേട്ടോ. ഞാൻ അവിടെ പോയിട്ട് പിന്നെ എൻ്റെ ഉണ്ടായിരുന്ന കുറച്ച് ഡോളറും ചേഞ്ച് ആക്കി മേടിക്കുകയും ചെയ്തു. ഇവിടുത്തെ ക്യാഷിലേക്ക് മാറുകയും ചെയ്തു. ഇവിടെ കൊർദോബ എന്ന് പറയുന്ന കറൻസിയാണ് കേട്ടോ. നിക്കാരാഗുവൻ കൊർദോബ അല്ലേ? കൊർദോബ കൺഫ്യൂഷനായി. സോ US വിസ ഉണ്ടെങ്കിൽ ഓണറബിൾ വിസയാണ്. അന്ന് അവിടെ പോയതും പ്രശ്നം, അവർ പറഞ്ഞു ഓണറബിൾ കിട്ടില്ല എന്നൊക്കെ. പക്ഷെ ഇവിടെ ഇത്രയും സമയം എടുത്തു. അവർ ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചു, എവിടെയാണ് താമസിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. റിട്ടേൺ ടിക്കറ്റ് പിന്നെ എയർപോർട്ടിൽ മാത്രമാണ് ചോദിക്കുകയുള്ളൂ. നമ്മളിങ്ങനെ ബൈ റോഡ് വരുന്ന സമയത്ത് ചോദിക്കില്ല. പിന്നെ എൻ്റെ അടുത്ത് എന്താ ചോദിച്ചേ, കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഹോട്ടൽ ബുക്കിംഗ് ഉണ്ടോ? ഞാൻ പറഞ്ഞു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടില്ല, എവിടെയെങ്കിലും പോയി അവിടെ എത്തിയിട്ട് ഹോട്ടൽ ബുക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അത് വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെയും കുറേ ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല തണുത്ത കാറ്റാണ് വീശിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ജാക്കറ്റൊക്കെ എടുത്തിട്ടേക്കുന്നത് കേട്ടോ. നല്ല രീതിയിൽ തണുക്കുന്നുണ്ടായി. കുറേ നേരം കഴിഞ്ഞിട്ട് അവരെനിക്കൊരു ചെയറൊക്കെ തന്നു. ഞാൻ അവിടെ ഇരുന്നു. പിന്നെ അവർ കുറേ ടൈം എടുത്തു. എന്തൊക്കെയോ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു മാറിയിട്ട്. ആദ്യം ആക്ച്വലി ഞാൻ എക്സിറ്റ് ചെയ്യാണ്ട് വന്നു. പിന്നെ ഞാൻ എക്സിറ്റ് ചെയ്യാൻ വേണ്ടി പോയി. ബോർഡർ കണ്ടപ്പോൾ ഏതാണ് ഇമിഗ്രേഷൻ ഓഫീസ് എന്ന് തന്നെ മനസ്സിലാവണ്ടല്ലോ, കാരണം വണ്ടികൾ നിർത്തിയിട്ടിട്ട്. തിരിച്ചു പോയിട്ട് എക്സിറ്റ് സ്റ്റാമ്പ് ചെയ്തിട്ടാണ് വന്ന് എൻട്രി ചെയ്തത്. സോ ഇന്ന് ജൂൺ 20 അപ്പോൾ ഇന്നാണ് ഞാൻ നിക്കാരാഗുവയിൽ എൻട്രി ചെയ്തിട്ടുള്ളത്. ഇവിടെ 90 days നമുക്ക് താമസിക്കാം. വെറും $13 കൊടുത്തു കഴിഞ്ഞാൽ 3 മാസം നമുക്ക് ഇവിടെ താമസിക്കാം. അപ്പോൾ ഞാൻ എന്തായാലും അടുത്ത രാജ്യം എൻ്റെ കോസ്റ്ററിക്കയാണ്. സോ അങ്ങോട്ടാണ് ഞാൻ പോകുന്നത്. ഇവിടെ എത്ര ദിവസം ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് എനിക്കറിയില്ല. കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ ചീപ്പാണ് നിക്കാരാഗുവ എന്നാണ് ഞാൻ കേട്ടത്. എന്തായാലും അറിയില്ല, പോയി നോക്കട്ടെ. കറൻസി എന്തായാലും എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സിം എടുക്കണം. ഇവിടെ കടകളൊന്നും അങ്ങനെ കാണുന്നില്ല. മേ ബി നെക്സ്റ്റ് ടൗണും എല്ലാം എത്തേണ്ടി വരും സിം എടുക്കാനായിട്ട്. പിന്നെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഭരിച്ചിരുന്ന എന്തോ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആണോ ഭരിക്കണമെന്ന് എനിക്ക് എക്സാക്റ്റ് അറിയില്ല. മുന്നേ കമ്മ്യൂണിസ്റ്റ് ഒക്കെ ഭരിച്ചിരുന്ന സ്ഥലമാണ് നിക്കാരാഗുവ. പിന്നെ CIA എന്ന് പറയുന്ന ദുൽഖറിൻ്റെ മൂവിയിൽ ഓൾറെഡി നിക്കാരാഗുവയിൽ വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ദുൽഖറിന് ഒരു കമ്മ്യൂണിസ്റ്റ് ഓഫീസിൽ പോകുന്ന സമയത്ത് വെടികൊള്ളുന്നതും, ദുൽഖറിന് വെടികൊള്ളുന്നില്ല, ലൈക്ക് അവിടെ വെടി വെക്കുന്നതും അങ്ങനത്തെ സീനൊക്കെ ഉണ്ടല്ലോ. ആക്ച്വലി അത് ഷൂട്ട് ചെയ്യുന്ന സ്ഥലം നിക്കാരാഗുവ അല്ല, പക്ഷെ സിനിമയിൽ കാണിക്കുന്നത് നിക്കാരാഗുവ ആയിട്ടാണ് കേട്ടോ. $1 എന്ന് പറയുന്നത് ഏകദേശം ഒരു 37 കൊർദോബയാണ് കേട്ടോ. എവിടെയും കുറേ ട്രക്കുകൾ നിർത്തിയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങോട്ട് എൻട്രി ചെയ്യാനുള്ള തിരക്കാണ് കേട്ടോ. empty ആയിട്ട് കിടക്കുന്നുണ്ട് ഈ സൈഡ്. അപ്പോൾ എനിക്ക് ചെക്ക് ചെയ്യണം. ഇവിടെ കടകൾ കാണുന്നുണ്ട്. സിമ്മ് കിട്ടാൻ ചാൻസ് കുറവാണ്, എന്നാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ അവിടുന്ന് സിം എടുത്തിട്ടുണ്ട് കേട്ടോ. ക്ലാരോൻ്റെ സിമ്മാണ് ഞാൻ എടുത്തിട്ടുള്ളത്. $2 സിമ്മിനും റീചാർജ് ഒരു 6 GB ചെയ്തിട്ടുണ്ട്. 6 GBന് ഇവിടുത്തെ 130 കൊർദോബയാണ് ആയിട്ടുള്ളത്. അവിടുന്ന് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെയൊക്കെ ട്രക്ക് നിർത്തിയിട്ടേക്കുവാണ്. ഈ മാനാഗ്വ എന്ന് പറയുന്നതാണ്
ഇവിടുത്തെ ക്യാപിറ്റൽ സിറ്റി കേട്ടോ, നിക്കാരാഗുവന്റെ ഒക്കോത്താൽ എന്ന് പറഞ്ഞ ഈ 22 കിലോമീറ്റർ. അത് ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ അടുത്തൊരു ചെറിയ ടൗൺ ആണ്, അങ്ങോട്ടാണ് ഞാൻ പോകുന്നത്. എനിക്കിത് ഈ ഒരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ആക്ച്വലി ഒരു ടാക്സിയാണ്, പക്ഷെ അവിടെ പോലീസ് ഞാനവിടെ നടക്കുന്ന സമയത്ത് പോലീസ് വന്നിട്ട് ഇതുവഴി നടക്കുന്നത് സേഫ് അല്ല എന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടി അവർ ഏത് വണ്ടി ഫസ്റ്റ് വരുന്നോ അവർ കൈ കാണിച്ച് നിർത്തി തരാം, എന്നിട്ട് പൊക്കോന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഫസ്റ്റ് വന്ന ടാക്സിയാണ്. അങ്ങനെയാണ് ഞാൻ ഇതിൽ കയറിയിട്ടുള്ളൂ. നെക്സ്റ്റ് ടൗണിലേക്ക് ഒക്കോത്താൽ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ടൗണിലേക്ക് ആള് ഡ്രോപ്പ് ചെയ്യും കേട്ടോ. ഇവിടെ ചെറിയ മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു ഹൈ റേഞ്ച് ആണ്, അതുകൊണ്ട് തന്നെ നല്ല കോടയും തണുപ്പും ഒക്കെയാണ്. പോകുന്ന വഴി നല്ല റോഡാണ് കേട്ടോ. ഇവിടെ ചുറ്റും മൗണ്ടെയിൻ ആണ് കാണുന്നത്. നോക്കിയേ, കണ്ടോ, വലിയ വലിയ മലകളാണ് കേട്ടോ കാണുന്നത്. നല്ല റോഡായതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഞാൻ ആ ഒരാളായിട്ട് ടാക്സിയിലുള്ള പുള്ളിക്കാരനായിട്ട് ഞാൻ കുറെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനിത് അവിടെ ഒരു ചിക്കൻ ബസ്സിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എത്തിയത് കുറച്ച് വലിയ ടൗൺ ആണ്. അപ്പൊ ഞാൻ ചിക്കൻ ബസ്സിൽ ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് കുറച്ചപ്പുറമുള്ളൊരു വില്ലേജിൽ പോയി ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഇപ്പൊ സമയം ഒരു 7:15 ആയിട്ടുണ്ട് കേട്ടോ. അവിടെ വില്ലേജിൽ ഇറങ്ങിയിട്ട് വേണം ഇന്ന് ടെന്റ് അടിക്കാനോ എവിടെ സ്ഥലം കണ്ടുപിടിക്കാൻ. ഇവിടെ തണുപ്പുള്ള ഏരിയ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഈ ഒരു ചിക്കൻ ബസ്സിൽ ഞാനിവിടെ ഒരു വില്ലേജിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ എവിടെ സ്റ്റേ ചെയ്യുന്ന കണ്ടുപിടിക്കണം. ഈ റോഡിലൂടെ ആൾക്കാരൊക്കെ പോകുന്നുണ്ട്, പക്ഷെ ഈ വേറെ ഇതൊരു പാർക്കാണ് കേട്ടോ. വേറെ എവിടെയൊന്നും കാണുന്നില്ല. മഴ പെയ്യുന്നോണ്ട് പാർക്കിൽ ടെന്റ് അടിക്കാനും പറ്റില്ല. ഞാനിതവിടെ കട്ട്ലറ്റ് പോലത്തെ ഒരു സാധനം മേടിച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ്റെ ആന്ന് പറഞ്ഞ് കട്ട്ലറ്റ് പോലെയാണ് ഇരിക്കുന്നത്. കണ്ടാ, പൊട്ടാറ്റോയും ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു സ്നാക്കാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇവിടെ ഫുഡൊക്കെ കഴിഞ്ഞ് ഇപ്പം സമയം 7:30 ആയിട്ടുള്ളൂ. പക്ഷെ 7:30 ആയപ്പോഴേക്കും എല്ലാവരും കിടന്നുറങ്ങാൻ പോയിട്ടുണ്ട്. ഫുൾ സൈലൻ്റാണ്. ഞാൻ ഒരെണ്ണം കൂടെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കട്ട്ലറ്റ് ആണെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും, ഇത് ഇത്തിരി ഹാർഡാണ്, അത്രേ ഉള്ളൂ. പിന്നെ ഇതിൽ ചിക്കനും പിന്നെ ക്യാരറ്റും പൊട്ടാറ്റോയും മാത്രമാണ് ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ വേറെ എന്തിട്ടിട്ടാ പുറത്തൊരു ക്രിസ്പിനെസ് ഉണ്ട്, അതെന്താണെന്ന് അറിയുന്നില്ല കേട്ടോ. ഓൾമോസ്റ്റ് ആ ഒരു കട്ട്ലറ്റിൻ്റെ ഒരു സിമിലർ ടേസ്റ്റ് അല്ല, ബട്ട് എന്നാൽ സിമിലർ ടേസ്റ്റാണ്, പക്ഷെ സെയിം അല്ല. അങ്ങനെ ആയിട്ടിരിക്കുന്നത്. അവിടുന്ന് ഫുഡ് കഴിച്ചിറങ്ങി. ഇവിടെ ഒരു പള്ളിയുണ്ട്, പാർക്കുണ്ട്. ഇവിടെയൊക്കെ എനിക്ക് ടെൻ്റ് അടിക്കാം കേട്ടോ. അതെ, ഈ ഒരു ഹായ് ഹോല ഈ ഒരു പുള്ളിക്കാരിയാണ് കേട്ടോ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇവിടെ എല്ലാം സേഫാണ്, എവിടെ കിടന്നാലും ഒരു പ്രശ്നമല്ല, എവിടെ വേണമെങ്കിലും ടെൻ്റ് അടിക്കാന്നുള്ളത്. അപ്പം എവിടെ നോക്കാണ് ഓക്കെ. ഇവിടെ പക്ഷേ ഇവിടെ മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്, കാരണം അങ്ങോട്ടൊക്കെ ക്ലോസ്ഡ് ആണ് ഷെഡുള്ള സ്ഥലത്ത്. ഇവിടെ നോക്കിയോട്ടെ, നല്ല ക്ലൈമറ്റാ. അവിടെ ടെൻറ്റ് കിടന്ന് നല്ലപോലെ ഉറങ്ങാം. അവിടെ എന്തോ പണി നടക്കുന്നതാണ്, പാർക്കുണ്ട്, അതിനോട് ചേർന്ന് എന്തോ പണി നടക്കുന്നുണ്ട്. ഇവിടെ എന്താ ഫുട്ബോളോ എന്തോ കളിക്കുന്ന ഇതാണല്ലോ. ഫുട്ബോളല്ല, മറ്റേ വേറെ എന്തോ ബാസ്കറ്റ് ബോൾ എന്തോ കളിക്കുന്ന ഏരിയ ആണ് കേട്ടോ. ഇവിടെ കുഴപ്പമില്ല, അത്യാവശ്യം നല്ലതാണ്. ലൈറ്റൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ടെൻ്റ് അടിച്ച സെറ്റാണ്. ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ എവിടെയാണെന്ന് ചോദിച്ചു നോക്കണം. എൻ്റെ അടുത്ത് അവിടെ പിന്നെ ഒരു ഹോസ്പിറ്റലുണ്ട് എന്ന് പറഞ്ഞു. ഈ മൂന്ന് ഓപ്ഷൻസാണ് തന്നത് എനിക്ക്. സോ ഏതാണ് ബെറ്റർ എന്ന് നോക്കട്ടെ. അവിടെ എന്തോ ഹോസ്പിറ്റലോ അങ്ങനെ എന്തോ പറഞ്ഞു, അതെന്താണെന്ന് എക്സാക്റ്റ് ആയിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പം അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നോക്കട്ടെ ഏതാണ് ഏറ്റവും ബെറ്റർ എന്ന് വെച്ചാൽ അവിടെ സ്റ്റേ ചെയ്യുക. നല്ല ആൾക്കാരാണ് ഇവിടെ, എല്ലാവരും നേരത്തെ ഉറങ്ങും, അതാണ് പ്രശ്നം. അല്ലെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. ഇപ്പോൾ നോക്ക്, സമയം 8 മണിയായിട്ടുള്ളൂ. നാട്ടിൽ രാവിലെ 7:30, രാത്രി 8 മണിയാണ്. ആൾക്ക് ഇത്ര നേരത്തെ തന്നെ എല്ലാവരും കിടന്നുറങ്ങും. ഇതാണ് കേട്ടോ ഇവിടുത്തെ ചെറിയൊരു ഹോസ്പിറ്റൽ. അപ്പോൾ എല്ലാ സ്ഥലത്തും ഹോസ്പിറ്റലൊന്നും ഉണ്ടാവില്ല, ചില സ്ഥലത്തൊക്കെ ഉണ്ടാവും. ഇതൊക്കെ അത്യാവശ്യം റോഡൊക്കെ ഉള്ള സ്ഥലമാണ്. ഇവിടെ എന്തായാലും വേണ്ടെന്ന് ഞാൻ പറഞ്ഞു, കാരണം ഇവിടെ രാവിലെ 5 മണിയാകുമ്പോൾ തന്നെ ലേറ്റ് വരും. ഞാൻ എട്ട് കിടക്കുമ്പോൾ തന്നെ 1 മണിയാവും. എല്ലാ ദിവസവും ഞാൻ 1 മണി കഴിഞ്ഞിട്ടാണ് കിടന്നുറങ്ങാറ്. ചിലപ്പോൾ മാത്രമാണ് ഞാനൊരു 10 മണിക്കൊക്കെ ഉറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് 5 മണി തൊട്ടിട്ട് അവിടെ ഹോസ്പിറ്റലായതുകൊണ്ട് ആൾക്കാർ വന്ന് തുടങ്ങും, ഉറങ്ങാൻ പറ്റില്ല. സോ ആ പാർക്കിൻ്റെ ഏരിയ തന്നെ ആയിരിക്കും ബെറ്റർ. ഇവിടെ 2 ആൾക്കാരുണ്ടായിരുന്നേ, അവർ പറഞ്ഞത് ഇവിടെ ടെൻ്റ് അടിക്കാൻ പറ്റൂല എന്നാണ്. ഇത് ആ ഒരു പുള്ളിക്കാരി എന്നെ വിളിക്കുന്നുണ്ട്. സി ഗ്രാസിയസ്. അപ്പുറം പാർക്കുണ്ടല്ലോ, പാർക്കിൽ ഷെഡായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഷെഡായിട്ടുള്ള സ്ഥലത്ത് കിടക്കാം. ഇവിടെ കിടന്നു കഴിഞ്ഞാൽ പോലീസ് വന്നിട്ട് ഇതാക്കും, കാരണം ഇതെന്തോ ഗവൺമെൻറ്റിൻ്റെ എന്തോ സംഭവം തോന്നുന്നു ഈ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. ഞാനിത് ആ പാർക്കിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു ഷെഡ് കാണാൻ പറ്റുന്നുണ്ട്, ഒരു ലൈറ്റും കാണുന്നുണ്ട് കേട്ടോ. നല്ല
നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു പാർക്കാണ് കേട്ടോ. ഇവിടെ സേഫ് ആണെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത്. അല്ലെങ്കിൽ സാധാരണ ആൾക്കാർ പറയാറുണ്ട് സേഫ് ആയിരിക്കില്ല. അവിടെ ആൾക്കാരൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ആ ലൈറ്റുള്ള സ്ഥലത്ത് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ സേഫ് ആയിരിക്കും എന്ന് വിചാരിക്കാം. അവിടെ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായാൽ മതിയായിരുന്നു. ലൈറ്റ് കാണുന്നുണ്ട്, ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളതാണ്. ഞാനിത് എവിടെയാണ് കേട്ടോ അപ്പോൾ ടെൻ്റ് അടിക്കാൻ പോകുന്നത്. ഇവിടെ 2 പിള്ളേരൊക്കെ ഉണ്ട്. അവിടെ അവർ ഫോൺ തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചാർജ് ചെയ്യാനുള്ള പോയിൻ്റ് ഉണ്ട്. ഈ ലൈറ്റിന് ഓഫ് ചെയ്യാൻ പറ്റില്ല, എന്തോ സ്വിച്ച് ഉണ്ടാവുമായിരിക്കും. ഇപ്പം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ടയേർഡായിട്ട് കിടന്നുറങ്ങിക്കോളും. അപ്പോൾ ഞാൻ ടെൻ്റ് അടിക്കട്ടെ. ഇവിടെ ഞാൻ ടെൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുതിയ സ്ലീപ്പിംഗ് ബാഗ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് പുതിയ സ്ലീപ്പിംഗ് ബാഗ്. പക്ഷേ ഇത് സ്ലീപ്പിംഗ് ബാഗാണെന്ന് അങ്ങോട്ട് പറയാൻ പറ്റില്ല. ഇത് ലൈനറായിട്ടാണ് കൂട്ടാൻ പറ്റൂ. ഇതൊരു സിബ് ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തീരെ കട്ടിയില്ല, അല്ലെങ്കിൽ തന്നെ കട്ടി കുറവാണ് കേട്ടോ. പക്ഷേ ഇത് ഓപ്പൺ ചെയ്യാതെ ഇങ്ങനെ ക്ലോസ് ചെയ്തിടുമ്പോൾ കുറച്ചൊരു കട്ടി, ചെറുതായിട്ട് കട്ടിയുള്ള പോലൊരു ഫീൽ ഉണ്ട്. എന്നാലും കുഴപ്പമുണ്ടാവില്ലായിരിക്കും. ഇപ്പോൾ ഇവിടെ ടൈലൊക്കെ ആയതുകൊണ്ട് കിടന്നുറങ്ങാൻ വലിയ ഇഷ്യൂ ഉണ്ടാവില്ലായിരിക്കും. ഞാനിതേ കുറച്ച് എഡിറ്റൊക്കെ ചെയ്യാൻ വേണ്ടി പോവാണ്. അത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഉറക്കം സെറ്റായല്ലോ കേട്ടോ. ഇപ്പം സമയം 7 മണി ആയിട്ടുണ്ട്. ഞാൻ എന്താ ഇവിടെ എണീച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കറിയില്ല എന്താണ് ഉറക്കം സെറ്റാവാഞ്ഞെന്ന്. ഞാൻ കുറേ പ്രാവശ്യം എണീച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന്. നല്ല ക്ലൈമറ്റ് ഒക്കെയാ. ഉറക്കം വരുന്നുണ്ട് ഇപ്പോഴും. എന്താ അറിയില്ല, ഞാൻ കുറേ നേരം അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന്. ഫുള്ള് മഴയുണ്ടായി, തണുപ്പുണ്ടായിരുന്നു, നല്ല കംഫർട്ടായിരുന്നു. പക്ഷെ എന്താ പിന്നെ ഉണ്ടായിരുന്നല്ല, ഈ സ്ലീപ്പിംഗ് ബാഗ് ഒരു സുഖമില്ല കേട്ടോ. എൻ്റെ സ്ലീപ്പിംഗ് ബാഗ് എനിക്ക് മിസ് ചെയ്യുന്നു. എന്താ പറയുക, ചീപ്പാണ്, ഗുഡ് ക്വാളിറ്റിയാണ്, എല്ലാം ആണ്. പക്ഷെ എന്ത് ചെയ്യാനാ, അത് മിസ്സായി പോയില്ലേ. ഓ കഷ്ടം തന്നെ. ഇതിൽ കിടക്കുമ്പോൾ ഒരു സുഖമില്ല, ഇങ്ങനെ തെന്നി പോകുന്ന പോലെ ഒരു മെറ്റീരിയൽ, പോളിസ്റ്റർ പോലത്തെ മെറ്റീരിയലാ. പറഞ്ഞിട്ട് കാര്യമില്ല. ടെൻ്റ് എല്ലാം മടക്കി വെക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ കുറച്ച് വെള്ളം മേടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവിടെ ഇന്നലെ രാത്രി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വെള്ളം തീർന്നു. രാവിലെ എണീക്കുമ്പോൾ തന്നെ നല്ല വെള്ളം കുടിക്കുന്ന ശീലമുണ്ട്. പക്ഷേ ഇപ്പം ഇത് തീർന്നിരിക്കുകയാണ്. അപ്പോൾ വെള്ളമെല്ലാം കുടിച്ചിട്ട് വേണം എനിക്കിനി ഇത് പാക്ക് ചെയ്യാൻ കേട്ടോ. നല്ല അടിപൊളി പാർക്കാണേ. നോക്ക് അവരെത്ര അടിപൊളിയായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്. ഇതുപോലൊരു പാർക്ക് നമ്മളെ നാട്ടിലുണ്ടായിരുന്നേ കൊള്ളായിരുന്നു. പക്ഷെ ആളുകളത് നേരം പോലെ ഉപയോഗിക്കൂല. ഞാനിത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത വില്ലേജുകളിലേക്കൊക്കെ ഞാൻ പോവാൻ നിൽക്കുകയാണേ. ഇത് ഒരു ഡീപ്പ് വില്ലേജ് തന്നെയാണ് കേട്ടോ. ഇവിടെ ഭയങ്കര പീസ്ഫുള്ളാണ്. സാധനങ്ങളൊക്കെ ഉണ്ടോ പുറത്ത് വിൽക്കാൻ വെച്ചേക്കുന്നത്? ബേബി കോണോ, ഈച്ചൻ്റെ ശല്യം ഉണ്ടെന്ന് തോന്നുന്നു. നോക്കി, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ ഒരു കാട്ടുചീരയാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ അതേ കോളാമ്പിപ്പൂ എന്നല്ലേ ഇതിന് പറയുന്നത്. പിന്നെ ഇവിടെ അതേ വേറൊരു ടൈപ്പ് പൂവൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ നാട്ടിലുള്ള അതേപോലത്തെ എല്ലാ സാധനങ്ങളും നമ്മുടെ നാട്ടിലുള്ള തന്നെയാണ് കേട്ടോ ഇവിടെ കൂടുതലും കാണുന്നത്. ആണല്ലേ, ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ശരിക്കൊരു കേരളത്തിൻ്റെ ലുക്കാണ്. അവിടെ നോക്കിക്കേ, ഇഷ്ടംപോലെ സ്റ്റാർ ഫ്രൂട്ടാണ് കേട്ടോ കാണുന്നത്. പഴുത്ത് നിൽക്കുന്നുണ്ട്, ആരും ഉപയോഗിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ കണ്ടിട്ട്. ഇവിടെ നിലത്തുനിന്ന് കിട്ടിയ മാങ്ങയാണ് കേട്ടോ, ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ നോക്ക്, ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വീണ് കിടക്കുന്നുണ്ട്. ഇത് നോക്കിക്കേ, എന്തോരായി വഴി കിടക്കുന്നേ, ഇഷ്ടംപോലെ കേട്ടോ. ഞാനപ്പോൾ എടുക്കുവാണ് 1-2 എണ്ണം നല്ലത് നോക്കിയിട്ട്. ഈ വീടൊക്കെ നോക്കിയേ, ചെറിയൊരു വീട് കേട്ടോ. പക്ഷെ അവർക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് പുറകിലേക്കെല്ലാം. അവിടെ മാങ്ങയൊക്കെ അതിലിങ്ങനെ നിൽക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നോക്ക്, പഴയ ആൻറ്റിനൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ആൻറ്റിനെയും ഡിഷും. ഗ്രാസിയാസ്. ഈ പുള്ളിക്കാരുടെ അടുത്ത് ഞാൻ ലിഫ്റ്റ് ചോദിച്ചാണ് കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് ഫുഡ് കഴിച്ചോന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു മാങ്ങ കഴിച്ചു എന്ന്. ഞാൻ ഒരു 3 മാങ്ങ കഴിച്ചു കേട്ടോ. അവിടെ നിന്ന് എടുത്തത് ഒരു 3-4 ഞാൻ ബാഗിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു വാ വീട്ടിലേക്ക് വാ ഫുഡ് കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിക്കാണ് കേട്ടോ. ഒരു പരിചയമില്ല, ചുമ്മാ ഞാൻ നടന്നു മുമ്പ് ലിഫ്റ്റ് ചോദിച്ചതാ. അങ്ങനെ നോ ഓക്കെ ഓക്കെ. ഓ കണ്ടപ്പോ മേടിച്ച് വലുതാണ്. ഇതേ വരുന്നു വീണ്ടും. ഇഷ്ടപ്പെട്ടിട്ടില്ലാന്ന് തോന്നി ഞാൻ വന്നത്. എൻ്റെ അടുത്ത് ഇതൊക്കെ താഴേന്ന് സ്റ്റെപ്പ് കയറിയിട്ട് വേണം ഉള്ളിലേക്ക് വരാൻ ട്ടാ. അവിടെ അവര് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ.
Hola. Tortilla. Sí. അവരുടെ എന്തോ വലിയ ഡിഫറെന്റ് ആയിട്ടുള്ള തോർത്തിയാണ് കേട്ടോ അവരുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ വലിയ രീതിയിൽ പരത്തുന്നുണ്ട്. ഇവിടെ ഉണ്ടാക്കി വെച്ച് കാണാം. ഇഷ്ടംപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. സി കോഴീനെല്ലാം കാണിച്ചു തരുന്നു എനിക്ക്. ഇതിന്റെ പേരെന്തായിരുന്നു? പേര് ഞാൻ ഓർക്കുന്നില്ല. നല്ല രസമുണ്ട്. അതെല്ലാം പീലിയെല്ലാം വിടർത്തിയിട്ട് കാണാനായിട്ട്. ഇവിടെ പന്നിക്കുട്ടികളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. വൃത്തിയായിട്ട സ്മെല്ല് പന്നികൾക്ക്. എനിക്ക് കാണിച്ചു തരാം. കോഴി, പന്നി ഇതെല്ലാം കേട്ടോ. അങ്ങോട്ടും കുറേ സ്ഥലമുണ്ട്. ഇതെല്ലാം വലിയ അവക്കാഡോന്റെ ട്രീയാ. ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് അവക്കാഡോ. ഇവിടെ മെയിൻ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ചീപ്പാണ്. നമ്മുടെ നാട്ടിൽ അവക്കാഡോ നല്ല എക്സ്പെൻസീവ് അല്ലേ. ഇവിടെ നോക്കിയതേ മാങ്ങയും അവക്കാഡൊക്കെ ഇതേ ഇങ്ങനെ ഇഷ്ടംപോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഡോഗിന് ഞാൻ വന്ന് ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ പുറകെ വരുന്നുണ്ട്. ഇവിടെ നോക്ക് ഫുള്ള് മാങ്ങ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് അവർക്ക് ആർക്കും ഒരു വില ഇല്ലാത്തതുകൊണ്ടു. ഇതിൻ്റെ കളർ കണ്ട കളറൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. എനിക്കിത് അവര് ഫുഡ് തന്നിട്ടുണ്ട് കേട്ടോ. എഗ് ഉണ്ട്, അവക്കാഡോ ഉണ്ട്, പിന്നെ തോർത്തിയുണ്ട്. 2-3 തോർത്തിയൊന്നും ഞാൻ ഒരെണ്ണം എടുത്തുള്ളൂ. എല്ലാം കൂടെ കഴിച്ച് ഹെവി ആയിരിക്കും. എനിക്ക് കോഫി തന്നിട്ടുണ്ട്. ഞാൻ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ കുടിക്കാൻ നിർബന്ധിച്ചപ്പോൾ ഞാൻ ഒരു ഹാഫ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനങ്ങനെ കോഫി കുടിക്കാറില്ല. ഞാനിവിടെ കുളിക്കാനൊക്കെ പോവാണ് കേട്ടോ. എനിക്ക് കുളിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊന്നും പാർക്കിൽ ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ കുളിക്കാൻ. അവിടെ വാഷ്റൂമും ഇല്ലായിരുന്നു. സോ ഈ പൊട്ട് കണ്ടിട്ട് അവരെൻ്റെ അടുത്ത് ചോദിക്കുക. അവിടെ എല്ലാവരും എന്നെ പൊട്ട് കണ്ടിട്ടാണ് ഞാൻ പുറത്ത് ഒരാളാന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന. അല്ലെങ്കിൽ ആരും അറിയുന്നില്ല. എന്ത് ഈ കളർ പൊട്ടല്ലേ ഉണ്ടാവുക, അതെന്താ കറുപ്പ് എന്നാ ചോദിക്കുന്നത്. ഇവര് സിനിമയിലും സീരിയലിലൊക്കെ കണ്ടിട്ട് വലിയ റൗണ്ട് പൊട്ടൊക്കെ ഇടുമല്ലോ, റെഡ്. അതാണ് ഇവര് ചോദിക്കുന്നത്. പിന്നെ ഇവരുടെ ഫാമിലി എന്തോ ഇസ്രായേലിലൊക്കെയാണ് കേട്ടോ. ഇവിടെ കണ്ടോ അതിന്റെ ഇതൊക്കെയാണ് കാണുന്നത്. ഇസ്രായേൽ apellido Abraham. Abraham, mi apellido. Abraham. Mamá, papá. Sí. Sí. Papá de mamá. Ahí? Ahí? Oh, sí. അവരുടെ അമ്മയും അച്ഛനൊക്കെ ഇസ്രയേലിലാണെന്ന് കേട്ടോ പറയുന്നത്. അപ്പൊ ഞാൻ ഇവിടെ കുളിക്കാൻ വേണ്ടി പോവാണ്. കുളിയൊക്കെ കഴിഞ്ഞിട്ട് തന്നെ ഇവിടെ അടുത്ത ട്രാവൽ ചെയ്യുന്നുള്ളൂ. എന്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വാഷ്റൂം അവിടെ ഓപ്പൺ ആയിട്ടാണുള്ളത്. കണ്ടോ അവിടെയാണ് ആ വാഷ്റൂം. വാതിലൊന്നുമില്ല ഓപ്പൺ ആയിട്ട്. പക്ഷെ ആരും വരുമൊന്നുമില്ല അങ്ങോട്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ലാമോസ്കിറ്റിലെ വീഡിയോ ഇട്ട സമയത്ത് എല്ലാവരും പറയുണ്ടായി ഗീ റൈസ് ആണെന്ന്. വെറുതെ എന്തിനാ ഗീ റൈസ് എന്നൊക്കെ പറഞ്ഞ കമന്റ് ഇട്ട് എന്നെ കൊതിപ്പിക്കുന്നു. ഇവിടെ റൈസ് ഉണ്ടാക്കുന്ന അവർ ഓയിലിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. അല്ല അതെ അവരിവിടെ റൈസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സാധാ റൈസാണ് അവരുണ്ടാക്കുന്നത്. പക്ഷെ അത് ഇങ്ങനെ എണ്ണയിലിട്ടിട്ടാണ് ഉണ്ടാക്കുക. ഇതെന്താ അവരുണ്ടാക്കുന്നത്? ഓ പാസ്ത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. കണ്ടാ സാധാ റൈസ് ഉണ്ടാക്കുന്നത് ചുമ്മാ എണ്ണയിലിട്ട് ആദ്യം ഇങ്ങനെ വറക്കും. അതിന് ശേഷമാണ് അവർ വെള്ളം ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്നത്. അല്ലാണ്ട് വേറെ ഒന്നും ഇടൂല ടൈല്. ഉപ്പൊന്നും ഇടൂല. വേറെ എണ്ണ മാത്രമേ ഇടുള്ളൂ. അത് സാധാ ഇങ്ങനെ പാം ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് ഗീ റൈസ് അല്ല ഇത്. സാധാ റൈസ് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. ഓ ചീസ് അവര് വീട്ടിൽ തന്നെയാണോ കേട്ടോ ഉണ്ടാക്കുന്നത്. ഇവിടെ ചീസ് മെയിനാണ്. ഫുള്ള് അവര് വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അവരെന്നെ കൂട്ടിയിട്ട് വേറെ എങ്ങോട്ടോ പോവാണ് കേട്ടോ. എന്തോ ഫാം ഹൗസിലേക്ക് പോവാന്നാണ് പറഞ്ഞത്. ഇവരുടെ പ്ലാന്റൈൻസ് ഒക്കെ ഉള്ള ബനാന എന്താ പറയാ വാഴത്തോട്ടവും പിന്നെ കാപ്പിക്കുരുകളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പോവാന്നാണ് കേട്ടോ എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ വണ്ടിയിലേക്ക് കയറാൻ പറഞ്ഞു. ഞാനപ്പോൾ വണ്ടിയിലേക്ക് കയറിയിട്ട് പോവാണേ. പിന്നെ ആ വണ്ടിയിലാണ് പോകുന്നത് കേട്ടോ. ഇവർക്ക് എന്നെ വിടാൻ ഉദ്ദേശമില്ല തോന്നുന്നുണ്ട്. എൻ്റെ വീഡിയോസൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് കൂടുതൽ താല്പര്യമായി. ഞാൻ ആഫ്രിക്കയിലൊക്കെ പോയി എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അങ്ങനെ അപ്പോൾ അവർ എന്നെ ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞായിരുന്നു ലിഫ്റ്റ് ചോദിക്കുന്ന സമയത്ത് എങ്ങോട്ടാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷൻ ഒന്നുമില്ല, ഇവിടെയൊക്കെ കാണാനാന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്നെ ഇവിടെയൊക്കെ എന്താ പറയുക കൃഷിയൊക്കെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. ഏതോ ഒരു ഉള്ളിലേക്കാണ് കേട്ടോ കയറി പോകുന്നത്. ഇവർക്ക് കൃഷി സ്ഥലമൊക്കെ ചിലപ്പോൾ കുറച്ച് ദൂരെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഒരുപാട് ഏക്കർ കണക്കിനൊക്കെ ഉണ്ടാവും. കൂടുതലും ഇവിടെയുള്ള ആളുകളൊക്കെ കൃഷി ചെയ്താണ് ജീവിക്കുന്നത്. ഇത് ഒരു മലമുകളിലുള്ള ഗ്രാമമാണ്. എസ്പെഷ്യലി മലമുകളിലുള്ള ഗ്രാമങ്ങളിലെ ആൾക്കാർ അങ്ങനെയാണ് കേട്ടോ ജീവിക്കുന്നത്. ഇങ്ങനെ ടൗണിലൊക്കെയാണ് അല്ലാതെ വൈറ്റ് കോളർ ജോബൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവുള്ളൂ കേട്ടോ. ഇവിടെ അങ്ങനെ അധികം ഉണ്ടാവില്ല. ഭയങ്കര പ്യുവർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഈ വില്ലേജിലൊക്കെ ഉണ്ടാവുക കേട്ടോ. ഓക്കെ അവരൊക്കെ എൻ്റെ അടുത്ത് ചിരിക്കുന്നുണ്ട്, ഹായ് പറയുന്നത്. ഇവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടല്ലോ. മഴ പെയ്തിട്ട് വന്ന വെള്ളച്ചാട്ടമാണെന്ന് തോന്നുന്നു. ശരിക്കും കേരളത്തിൻ്റെ പണ്ടത്തെ കാലത്തെ കേരളം അങ്ങനെ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ കേരളത്തിലിപ്പോൾ ഈവൻ ഇടുക്കിയിലായാലും വയനാടായാലും എല്ലാവിടെയും
ഇന്റർനെറ്റ് ആണെങ്കിലും സൗകര്യങ്ങളാണെങ്കിലും വലിയ ബിൽഡിങ്സ് ആണെങ്കിലും ഉണ്ട്. ആകെ ഇല്ലാത്ത സ്ഥലങ്ങൾ ഇല്ലെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും പ്രകൃതി ഉണ്ട് ഇപ്പോഴും അതുപോലെ തന്നെ. ഇവിടെയൊക്കെ പൈൻ ട്രീസ് ആണ് കേട്ടോ കാണുന്നത്. ഇപ്പോൾ കുറേ നേരമായിട്ട് ഇതുവഴി ഇങ്ങനെ പോവാണ്. മൊത്തത്തിൽ പൈൻ ട്രീസ് ആണ്. ഇവിടെ എല്ലാം തണുപ്പുള്ള ഏരിയ ആണ് കേട്ടോ. കുറേ നേരത്തിന് ശേഷം ഞാനിതാ മലേൻ്റെ ഒരു മുകളിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ മൊത്തം കാപ്പി കൃഷി തന്നെയാണ് കാണുന്നത്, കാപ്പിക്കുരുവും വാഴയും ഒക്കെ. ഇത് അവരുടെ തന്നെ വേറെ വീടാണ് കേട്ടോ. അവർ റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത് നോക്കി നടത്താനൊക്കെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവരിവിടെ താമസിക്കും. ഇവർ എപ്പോഴെങ്കിലൊക്കെ ഇവിടെ വന്ന് താമസിക്കുള്ളൂ. കാരണം വരുന്ന വഴിയൊക്കെ വളരെ മോശമാണ്. ഇവരുടെ വീടാണെങ്കിൽ നല്ല റോഡ് സൈഡ് തന്നെയാണ്. വന്ന വഴി കണ്ടില്ലേ, ഇങ്ങനത്തെ റോഡിലൂടെയാണ് ഞാൻ വന്നത്. തിരിച്ചു പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം എത്ര സീൻ വഴിയിലൂടെയാണ് വന്നതെന്നുള്ളത് കേട്ടോ. ഞാൻ ബാക്കിലിരിക്കുക, അപ്പോൾ നേരം പോലെ കാണാൻ പറ്റും. നോക്ക്, ഇടുക്കി ഭാഗത്തൊക്കെ ഉള്ള പോലെ തന്നെ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലല്ലേ ഈ കാപ്പിക്കുരു അതൊക്കെ ഉണ്ടാവുന്നത്. ചെമ്പരത്തിയും അതേപോലെ തന്നെയാണ് എല്ലാം ഉള്ളത്. ഇത് വലിയ വീടാണ് കേട്ടോ. വരുന്ന വഴിക്കൊക്കെ ചെറിയ ചെറിയ വീടുകളാണ് കണ്ടിട്ടായിരുന്നത്. അവർക്ക് ആ ഒരു വീട് മാത്രമേ ഉണ്ടാവുള്ളൂ. അവർക്ക് അവിടെ ഒരു വീടുണ്ട്, ഇവിടെ ഒരു വീടുണ്ട്, ഇവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഓല സേ ഓല സേ ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്താ, ഇവിടെ കുറേ ആൾക്കാരുണ്ട് തോന്നുന്നു കേട്ടോ. അതുകൊണ്ടോ അവർ ഡോം പോലെ താമസിക്കുന്നതാന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഒന്നുകൂടെ കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് ആളോട് ചോദിച്ചാണ് കേട്ടോ. ഇവരൊക്കെ വർക്കേഴ്സ് ആണെന്ന്. കാരണം ഇത്ര അധികം ആൾക്കാരോ എന്ന് വിചാരിച്ച്. അപ്പോൾ അതേന്ന് പറഞ്ഞ് ഇവരല്ല. കാരണം ഇവർക്ക് ഒരുപാട് തോട്ടങ്ങളുണ്ടാവും, അതുകൊണ്ടാണ്. വേണ്ട, ജസ്റ്റ് ഒരു പലക ഉണ്ട്, പലകയിൽ ഇങ്ങനെ കിടക്കുകയാണ് അവർ. ഒരു ബെഡ് പോലൊരു ചെറിയ സംഭവം ഉണ്ട്. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ തണുപ്പ് കൂടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു സമയം 12:15 നട്ടുച്ച സമയമാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ ഒരുപാട് മുകളിലേക്ക് കയറി വന്നുകൊണ്ട് തന്നെ നല്ല തണുപ്പായിട്ടുണ്ട്. ഇത് നോക്ക്, അങ്ങോട്ട് ഹൈറ്റിലേക്കാണ് കിടക്കുന്നത്. ആ ഹൈറ്റിലേക്ക് ഇടയ്ക്കിടയ്ക്ക് മരങ്ങളുണ്ട്. അതിനിടയിൽ മൊത്തം കാപ്പിക്കുരും വാഴയാണ് കേട്ടോ. ഇവിടെയൊക്കെ ഈ വില്ലേജിലെ പിള്ളേരാണെന്ന് തോന്നുന്നു. നോക്ക്, അതിന് ഇവിടെ താമസിക്കുന്നവരാണോ അതും അറിയില്ല. 1-2 വീടുകളുണ്ട്. ഇവരൊക്കെ എങ്ങനെ ഇവിടെ ജീവിക്കുന്നത് ഞാൻ ആലോചിക്കുന്നത്. അല്ല നാണായെന്ന് തോന്നണ്. അവരങ്ങോട്ടാണ് പോകുന്നത്. അവരുടെ കിച്ചണാണ് കേട്ടോ ഇത്. മണ്ണ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, നമ്മളുടെ നാട്ടിലൊക്കെ പണ്ടത്തെ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് ഇതും ഉണ്ടല്ലേ. പണ്ട് തീൻ്റെ അടുപ്പ് ഇങ്ങനെയല്ലേ, മണ്ണ് വെച്ചല്ലേ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങനെ ഇല്ല. ഇതെന്താ കപ്പയോ പഴമാണെന്ന് തോന്നുന്നു. പഴം ഇങ്ങനെ പുഴുങ്ങി വെച്ചേക്കാന്ന് തോന്നുന്നു. ഇവർ പച്ചയ്ക്കും പുഴുങ്ങും, പിന്നെ പഴുത്തിട്ടും പുഴുങ്ങും. എല്ലാം അവരങ്ങനെ കുക്ക് ചെയ്തിട്ടാണ് കഴിക്കുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇതെല്ലാം മണ്ണ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയേക്കുന്നത്. ഒരു തരത്തിലുള്ള മണ്ണാണ്. 2-3 ഇതുണ്ട് എന്നുണ്ടോ. ആ ഒരു എയർ സർക്കുലേഷൻ ഉള്ള ഗ്യാപ്പൊക്കെ പഴയ ആ ഒരു വീട് തന്നെ കേട്ടോ. നല്ല രസമുണ്ട്. ഇവിടുത്തെ നല്ല വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. നല്ല തണുപ്പും ആവും, അടിപൊളി. നോക്കിയേ, ശരിക്കും നല്ലൊരു തിക്ക് ഫോറസ്റ്റ് കേട്ടാ. അതിന് നടുവിൽ ഇങ്ങനെ ഈ ഒരു വ്യൂവിൽ ഇങ്ങനെ നിൽക്കാൻ നല്ല രസമുണ്ട്. നല്ല തണുപ്പുണ്ട്. ഞാൻ മൂന്നാറിലോ ഇടുക്കിയിലൊക്കെ ഇങ്ങനെ ടൂർ വന്ന പോലെ ഉണ്ട് കേട്ടോ. അതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ ഒക്കെ സൗണ്ടും കേൾക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളച്ചാട്ടം ഉണ്ടാവാനും സാധ്യതയുണ്ട്. ശരിക്കും ഇങ്ങനെ ഒരു വീട് വേണം. സിറ്റിയിലൊരു വീട്, അതുപോലെ ഇങ്ങനെ ഔട്ടറിൽ ഇങ്ങനെ മലേൻ്റെ മുകളിലൊരു വീട്. അപ്പോൾ വീക്കെൻഡിലൊക്കെ ഇവിടെ വന്ന് നിൽക്കാം. കാരണം ഇവിടെ എപ്പോഴും താമസിക്കണമെങ്കിൽ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാണ്ട് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇടയ്ക്ക് മാത്രം വന്ന് നിൽക്കാൻ അടിപൊളിയായിട്ടുണ്ടാവും. പിന്നെ കോഫിക്ക് ഇവർ പറയുന്നത് എന്താണെന്നറിയോ, കഫേ എന്നാണ് കേട്ടോ പറയുന്നത്. ഇംഗ്ലീഷിൽ കഫേ എന്ന് തന്നെയല്ല പറയുന്നത്, കോഫി എന്ന് പറയും. ബട്ട് ലൈക്ക് കഫേ എന്നാണ് ഇവർ കൂടുതലും പറയുന്നത് കേട്ടിട്ടില്ല കേട്ടോ. കോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവാറില്ല. ചില ആളുകൾക്ക് ഇംഗ്ലീഷ് കുറച്ചെങ്കിലും അറിയുന്നവർക്കേ മനസ്സിലാവുള്ളൂ. പക്ഷെ കഫേ എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഇഷ്ടംപോലെ ഇത് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ഇവർ ഫുൾ ടൈം കോഫി കുടിച്ചുകൊണ്ടേയിരിക്കും. ആള് വീട്ടിൽ നിന്ന് കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ഇവിടെ നിന്നും കോഫി കുടിച്ചു. ഇവിടെ നോക്കി TV ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഒരുപാട് ബെഡുകൾ ഇങ്ങനെ നിരത്തിയിട്ടേക്കുന്നത്. എനിക്ക് തോന്നുന്നത് സീസണൊക്കെ ആവുന്ന സമയത്ത് ഇവർക്ക് കാപ്പിക്കുരു പെറുക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരെ വേണ്ടി വരും. അപ്പോൾ അവർ ഇവിടെ തന്നെ ആയിരിക്കും താമസിക്കുന്നുണ്ടാവുക. ഒരു വീട്ടിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ. കാരണം ഇതൊരുപാട് ഉള്ളിലേക്കാണ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ വന്നിട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ. അതായത് ഡെയിലി പോയിട്ട് വരാൻ പറ്റില്ല. ഇവിടെ തന്നെ നിന്നിട്ട് അത് എന്താ പറയുക, ഫാമിങ് ചെയ്യുന്നതും അങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഈ മരത്തിൽ മൊത്തം അമ്പഴഞ്ഞയാണ് കേട്ടോ കാണുന്നത്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടാ, ഇഷ്ടംപോലെ ഉണ്ട്. കുറച്ച് ദൂരെയാണ്, അങ്ങനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. മറ്റേ കറിവേപ്പില പോലെ ഇരിക്കുന്നത് അമ്പഴഞ്ഞയാണ്. അമ്പഴഞ്ഞാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കഴിഞ്ഞ ദിവസമൊക്കെ ഞാനത് കഴിച്ചു നോക്കി.
അപ്പം എനിക്കൊരു പുളിയായിട്ടാണ് അത് ഫീൽ ചെയ്തത്. അതുതന്നെയായിരിക്കും. ഇവിടെ നല്ല തണുത്ത കാറ്റൊക്കെ വീശി ഈ പ്രകൃതിയിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ഭയങ്കര സമാധാനം, എക്സ്ട്രീം പീസ്ഫുൾ ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ പ്രകൃതിയിൽ അലിഞ്ഞു ചേർന്നുകൊണ്ടിരിക്കുവാണേ. ഇതുണ്ടല്ലോ പനിക്കൂർക്ക ഉണ്ടല്ലോ, ഒറിഗാനോ അതുപോലെ തോന്നി. പക്ഷെ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ വേറെ ടേസ്റ്റാണ് കേട്ടോ. ഇല കുറച്ച് സിമിലർ ആണ്, പക്ഷെ ഭയങ്കര വലുതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇരിക്കണം. പക്ഷെ ഇങ്ങനെ ഒരു പൂവ് ഞാൻ അതിൽ കണ്ടിട്ടില്ല. പക്ഷെ അതല്ല സാധനം. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്, സ്മെല്ല് വേറെയാണ്. പക്ഷെ ഇത് ടേസ്റ്റ് വേറെയാണ് കേട്ടോ. എനിക്ക് അതിൻ്റെ ഒറിജിനൽ നാട്ടിലുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വെറുതെ തിന്നാറുണ്ട്. ചെറുപ്പത്തിലൊക്കെ വായിൽ പുണ്ണെന്ന് പറഞ്ഞൊരു സാധനം വരുന്നു, ബബിള് പോലത്തെ. അപ്പോൾ ഇത് കഴിച്ചാൽ മാറുന്നു പറഞ്ഞിട്ട് കഴിച്ചിട്ടുണ്ട്. ചെറുപ്പത്തിലല്ല കേട്ടോ. ഇത് കണ്ടു ഇത്ര ഹൈറ്റിൽ വന്നിട്ട്, മറ്റേ ഇങ്ങനെ പരന്നല്ലേ കിടക്കാം. കൊമീത സി അവര് കഴിക്കാൻ പറ്റുമെന്ന് പറയണേ. അത് കഴിച്ചു നോക്കാം. ഞാൻ ഇച്ചിരി കടിച്ചു നോക്കി, പക്ഷെ എനിക്ക് തോന്നിയില്ല. സോറി, കവിതയാണോ വെച്ച് വാന്ന് പറഞ്ഞ എന്താ പിന്നെ കയപ്പന്നെയാണ്. ഞാൻ ആദ്യം ഇച്ചിരി കടിച്ചു നോക്കിയത്. കവിതയാണെന്ന് പറഞ്ഞോണ്ട് ഞാൻ നല്ല കടിച്ചു. ടിറിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ടാ? ഇവിടെ ഈ കാട്ടിന്ന് കേൾക്കുന്ന സൗണ്ടാ. എന്തൊക്കെയോ ജീവികളുടെ സൗണ്ട് മാത്രമേ ഇവിടെ ഉള്ളൂ. വണ്ടികളൊന്നുമില്ല, ഫുൾ സമാധാനം മാത്രം. ഇതേ നമ്മുടെ ഒറിജിനൽ പനിക്കൂർക്ക കേട്ടോ. ഇത് ഞാൻ ഇത് കഴിച്ച സമയത്ത് അവര് പറയുന്നത് കഴിക്കാൻ പറ്റൂല. ഞാൻ പറഞ്ഞത് കഴിക്കാൻ പറ്റുന്നു. അവർക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുക. അത് നമ്മളെ ചീനിമുളക് ഉണ്ടല്ലോ, എൻ്റെ നാട്ടിൽ അതിന് ചീനിമുളക് എന്നാ പറയാ. കാന്താരി മുളക്, ചീനിമുളക് എന്നൊക്കെ പറയും. ചീനിമുളകാണ് എൻ്റെ അവിടെ പറയുന്നത്. ഇത് ഞാൻ കഴിച്ച് കാണിച്ചു കൊടുത്തിട്ട് അവർ ഞെട്ടും. അവരിപ്പോൾ ഒരിച്ചിരി കഴിച്ചപ്പോൾ തന്നെ അവർ നോ എന്ന് പറയുന്നത്. കൊമീത കണ്ട, അവര് നോ എന്ന് പറയുന്നത്. കൊമീത ഒറിഗാനോ ഗുഡാ. Comida. No, pero... You take new. Bien. ഇവര് പല സാധനങ്ങളും കഴിക്കില്ല, അതാണ്. എരിയുന്നു എനിക്കിഷ്ടമാണ്. ചെയ്ത് ഞാൻ എപ്പോഴും കഴിക്കാറുണ്ട് കാണുമ്പോൾ. ഗുഡാണ്. ഇതിട്ടിട്ട് വെള്ളമൊക്കെ കുടിക്കും, വെള്ളം തിളപ്പിച്ചിട്ടൊക്കെ. ഞാൻ ട്രാൻസ്ലേറ്റിൽ ചോദിച്ചോട്ടെ, ഇവർ എന്താണ് കഴിക്കുമോ, അത് എന്തിനെങ്കിലും യൂസ് ചെയ്യുമോ എന്ന്. അല്ല എന്തായാലും ഇവിടെ അവർ വളർത്തൂലല്ലോ. എന്തായാലും ഇത് ചുമ്മാ ചെടിയായിട്ട് വളർത്തിയതല്ല. അവരത് യൂസ് ചെയ്യുന്നത് സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൽ കണ്ടില്ലേ, ടു മേക്ക് സൂപ്പ്. ഇവിടെ ഒന്നും നെറ്റ്വർക്ക് ഒന്നും ഇല്ല കേട്ടോ. നല്ല രസമുണ്ട് ഇതൊക്കെ കണ്ട് ഇവിടെ ഇങ്ങനെ ഇതുവഴിയൊക്കെ നടക്കാനായിട്ട് കേട്ടോ. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.